എബ്രോഡ് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് നോർമലി കേൾക്കാൻ സാധ്യതയുള്ള ഒരു എക്സാം ക്രൈറ്റീരിയ ആണ് IELTS. സോ എന്താണ് IELTS, അതുപോലെ എന്തിനാണ് IELTS എഴുതുന്നത്, ഇനി എങ്ങനെയാണ് IELTSന്റെ മൊഡ്യൂൾസ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ് എവരിവൺ, വിസ ഫോർ സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നോർമലി +2 ബാച്ചിലേഴ്സ് ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് എന്തായാലും കേൾക്കാനിടയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി എന്ത് എന്നുള്ളത്. ഇനി അവർ എബ്രോഡ് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് മുന്നിലുള്ള ഒരു കാര്യമാണ് IELTS. അപ്പോൾ എന്താണ് IELTS? IELTS എന്നാൽ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ഈ ഒരു എക്സാം എഴുതുന്നത് ഇംഗ്ലീഷ് നേറ്റീവ് ലാംഗ്വേജ് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എഴുതുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും അതുപോലെ കൈകാര്യം ചെയ്യാനും നന്നായിട്ട് പറ്റുമെന്ന് അവിടുത്തെ ഗവൺമെന്റിന് മുന്നിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സാം കൂടിയാണ് IELTS. അപ്പോൾ ഒരു ഭാഷ നമുക്ക് അറിയാമെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഭാഷയെ എല്ലാ രീതിയിലും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റണം. നമുക്ക് ആ ഭാഷ കേട്ടാൽ മനസ്സിലാവണം, അതുപോലെ വായിച്ചാൽ മനസ്സിലാവണം, എഴുതാൻ പറ്റണം, അതുപോലെ നന്നായിട്ട് സംസാരിക്കാനും പറ്റണം. ഈ 4 കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരാൾ ആ ഒരു ഭാഷയിൽ കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഭാഷയിൽ പ്രൊഫഷൻസി ഉണ്ട് എന്ന് തെളിയിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് UK ബേസ്ഡ് ആണ്. അപ്പോൾ 2 ഓർഗനൈസേഷൻസ് ആയിരിക്കും യൂഷ്വലി കണ്ടക്ട് ചെയ്യുക, IDP അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൗൺസിൽ. അപ്പോൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് 2 ബോഡീസ് ആണെന്നേ ഉള്ളൂ. അതിൻ്റെ ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം IELTS എന്ന് പറയുന്നത് ഈ ഒരു എക്സാം എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ മോഡ്യൂൾസ് എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും IELTS എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ റീഡിങ് എനിക്ക് ഉദ്ദേശിച്ച സ്കോർ കിട്ടിയില്ല, 5.5 ആയിപ്പോയി, കാനഡയിൽ അവർ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റിയില്ല, ഇൻടേക്ക് മിസ്സായിപ്പോയി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരും അതുപോലെ റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് IELTS എക്സാം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾസിലെ എക്സാം പോലെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ എക്സാംസ് പോലെയോ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ പോയിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റില്ല. അതിന് കൃത്യമായ പ്രിപ്പറേഷനും എല്ലാ കാര്യങ്ങളും ഇതിന് അത്യാവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബാൻഡ് സ്കോറിലേക്ക് എത്താനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു എക്സാം നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 2 to 3 hours ആണ്. സോ ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ലിസണിങ് അതുപോലെ റീഡിങ് റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. സ്പീക്കിംഗ് നമുക്ക് മറ്റൊരു ദിവസമായിരിക്കും, അതിനും ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് മാക്സിമം സമയം കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ലിസണിങ് എന്ന് പറയുന്നത്. സോ ലിസണിങ് മൊഡ്യൂളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് 40 ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 35 to 40 മിനിറ്റ്സ് ആയിരിക്കും നമുക്ക് ആ ഒരു 40 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഔട്ട് ഓഫ് 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന കറക്റ്റ് ആൻസേഴ്സ് അതിനെ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ബാൻഡ് സ്കോർ വരിക. അപ്പോൾ ഒരു 39 or 40 ആണ് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ കമ്പൽസറി ആയിട്ടോ അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ 9 ബാൻഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ആൻസേഴ്സിന്റെ നമ്പർ കുറയും തോറും നിങ്ങളുടെ ബാൻഡ് സ്കോറും കുറഞ്ഞു വരും. സോ ഈ ഒരു എൻറ്റയർ എക്സാം 4 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ 4 to 5 സ്പീക്കേഴ്സ് ആയിരിക്കും സംസാരിക്കുന്നത്. ഈ ഒരു ലിസണിങ് ടെസ്റ്റിൽ നമുക്ക് ഒരു തവണയായിരിക്കും ആ വോയിസ് കേൾക്കാനായിട്ട് ചാൻസ് കിട്ടുക. സോ നമ്മൾ ആ വോയിസ് കേൾക്കുന്നതോടൊപ്പം തന്നെ ഈ 40 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സും നമ്മൾ എഴുതി പോകണം. അപ്പോൾ നമ്മൾ ഈ ഒരു ലിസണിങ് ടെസ്റ്റിൽ 3 ആക്സെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരിക. ഒന്ന് അമേരിക്കൻ ആക്സെന്റ് ആയിരിക്കും, ഒന്ന് UK ആക്സെന്റ് ആയിരിക്കും, ഒന്ന് ഓസ്ട്രേലിയൻ ആക്സെന്റ് ആയിരിക്കും. ഇതിൽ ഓസ്ട്രേലിയൻ ആക്സെന്റ് ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് കേട്ട് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. സോ അടുത്തൊരു മൊഡ്യൂളാണ് റീഡിങ്. സോ റീഡിങ്ങിന് നമുക്ക് ടോട്ടൽ കിട്ടുന്ന ടൈം 1 hour ആയിരിക്കും. 1 hourൽ നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടി വരിക. ഇത് നമ്മൾ സ്കൂൾസിലൊക്കെ ചെയ്ത പോലെ റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും. അതുപോലെ ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ച് ദ ഹെഡിങ്സ്, ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ 3 പാസേജസിലായിട്ട് നമുക്ക് ഏകദേശം ഓരോ പാസേജിന് കീഴേ ഒരു 30 to 40 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന 40 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് റീഡിംഗ് പാസേജിന് ടോട്ടലായിട്ടും വരിക. സോ നമ്മൾ 1 hour ടൈമിൽ ഈ 40 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന കറക്റ്റ് ആൻസേഴ്സിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ബാൻഡ് സ്കോർ വരിക. ബാൻഡ് സ്കോറിന്റെ ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നത് 1 ബാൻഡ് ആണ്, ഏറ്റവും മാക്സിമം ബാൻഡ് എന്ന് പറയുന്നത് 9 ബാൻഡ് ആയിരിക്കും. അപ്പം 39 or 40 കിട്ടുന്ന സ്റ്റുഡൻസിനാണ് 9 ബാൻഡ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക. സോ അടുത്തൊരു മൊഡ്യൂളാണ് റൈറ്റിംഗ്. റൈറ്റിങ്ങിന് മെയിൻലി 2 ടാസ്ക് ആണ് നമുക്ക് കിട്ടുക. ഫസ്റ്റ് ടാസ്ക് എപ്പോഴും ഇല്ലസ്ട്രേഷൻ ബേസ്ഡ് ആയിരിക്കും. അക്കാഡമിക് IELTS ആണെങ്കിൽ ഇല്ലസ്ട്രേഷൻ ബേസ്ഡ് ആയിരിക്കും. ഇനി ജനറൽ ബേസ്ഡ് IELTS ആണെങ്കിൽ അവർക്ക് ഇമെയിൽസ് അല്ലെങ്കിൽ ലെറ്റേഴ്സ്, ഇൻഫോർമൽ ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും.
ഇപ്പോൾ അക്കാഡമിക്കിന് ഇല്ലസ്ട്രേഷൻ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ടേബിൾസ്, പൈ ചാർട്ട്, ഫ്ലോ ചാർട്ട് അതുപോലെ തുടങ്ങിയ ഡയഗ്രാംസ് ആയിരിക്കും. സോ നമ്മൾ ആ ഡയഗ്രാം ബേസ് ചെയ്തിട്ട് ഒരു 150 വേർഡ്സ് ഒരു 180 വേർഡ്സ് മാക്സിമം നമ്മൾ എഴുതണം. അത് വളരെ ലാഘവത്തോടെ എഴുതിയാൽ ശരിയാവത്തില്ല, കാരണം നമ്മൾ അതിൽ വൊക്കാബുലറീസ് അതുപോലെ ആ ഒരു കറക്റ്റ് ഇല്ലസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബ്രീഫിംഗ് ആയിരിക്കണം അത്. നെക്സ്റ്റ് പറയുന്നത് ടാസ്ക് 2 ആണ്. ടാസ്ക് 2 നമുക്ക് അത് എഴുതേണ്ട സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 4 പാരഗ്രാഫ്സ് ആയിട്ട് കറക്റ്റായിട്ട് നമ്മുടെ വൊക്കാബുലറീസ് ആഡ് ചെയ്ത് വേണം ടാസ്ക് 2 എഴുതാനായിട്ട്. അപ്പോൾ ടാസ്ക് 1 എഴുതാനായിട്ട് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സ് ആയിരിക്കും. ടാസ്ക് 2 കിട്ടുന്നത് 40 മിനിറ്റ്സ് ആയിരിക്കും. സോ ടോട്ടൽ 1 അവർ കൊണ്ട് നമ്മൾ റൈറ്റിംഗ് എന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ റൈറ്റിംഗ് നോർമലി ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന സ്റ്റുഡൻസിന് മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് വൊക്കാബുലറീസ്, ആപ്റ്റ് ആയിട്ടുള്ള വൊക്കാബുലറീസ് കിട്ടാത്തതാവാം, അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്ത് എക്സാം കംപ്ലീറ്റ് ചെയ്യാത്തതാവാം. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് മൊഡ്യൂൾ ആണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സ്പീക്കിങ്ങിന് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്നാണ്. ഒബ്വിയസ്ലി നിങ്ങളുടെ ആക്സെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വൊക്കാബുലറീസ് തീർച്ചയായിട്ടും നോക്കും. പക്ഷെ അത് കൂടാതെ നിങ്ങൾക്ക് വേണ്ട ഒരു അഡീഷണൽ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഉള്ള വൊക്കാബുലറീസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സ്പീക്കിങ്ങിന് അപ്പോൾ 3 പാർട്ടാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ലിബറൽ ആയിരിക്കും. നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് എന്താണ്, നമ്മുടെ ഹോബീസ് എന്താണ്, ഇതുപോലെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുണ്ടാവും. ഇത് ബേസിക്കലി ഒരു ഇൻട്രാക്റ്റീവ് ടൈപ്പ് 1 വേർഡ് അല്ലെങ്കിൽ 1 സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് ക്യൂ കാർഡ് സെഷൻ. ക്യൂ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക് തരും. ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊരു 1 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. സോ നമുക്ക് ചില എക്സാം സെൻറ്റേഴ്സിൽ നമ്മൾ പെൻ ആൻഡ് പേപ്പർ കൊണ്ടുപോകണം. ചില എക്സാം സെൻറ്ററിൽ പേപ്പർ അവിടെ ഉണ്ടാവും, നമ്മൾ പെൻ കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ പെൻ പ്രൊവൈഡ് ചെയ്യും. സോ ഇങ്ങനെ നമ്മൾക്ക് ഒരു 1 മിനിറ്റിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു 1 മിനിറ്റ് ടൈം കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മൾ 1 to 2 മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ക്യൂ കാർഡ് സെഷനാണ് സ്പീക്കിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കോർ കിട്ടാനായിട്ടും ഏറ്റവും എളുപ്പമുള്ള ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന വൊക്കാബുലറീസ് എല്ലാം ആപ്റ്റ് ആയിട്ടാണെങ്കിൽ, അതുപോലെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിനനുസരിച്ച് നല്ലൊരു രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ലിബറൽ ആയിരിക്കും. ഇപ്പോൾ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ക്യൂ കാർഡിനെ ബേസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ വേറെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആവാം. സോ ആ തേർഡ് പാർട്ടിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് ഒരു 3 to 4 സെൻറ്റൻസ് അടങ്ങുന്ന ആൻസർ ആയിരിക്കണം. സോ നമ്മൾ അതെപ്പോഴും ക്രിസ്പി ആൻഡ് വളരെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പീക്കിംഗ് സെഷൻ എന്നുള്ളത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു സ്പീക്കിംഗ് സെഷനിൽ നമ്മളുടെ നോളജിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ ലാംഗ്വേജിൻ്റെ ആക്സെൻറ്റ്, വൊക്കാബുലറി അതുപോലെ നമ്മളുടെ കോൺഫിഡൻസ് ഇതായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് അസസ് ചെയ്യുക. സോ ഈ ഒരു ടെസ്റ്റ് എക്സാമിൻ ചെയ്യുന്നത് ഒന്നും നമ്മുടെ ഡയറക്റ്റ് വരുന്ന ഇൻവിജിലേറ്റർ, മറ്റൊന്ന് UK ഈ ഒരു ഫയൽ അയക്കും, അല്ലെങ്കിൽ നമ്മുടെ വോയിസ് അയച്ച് അവരായിരിക്കും അതിനെ എക്സാമിൻ ചെയ്യുന്നത്. സോ നമുക്ക് 2 ടൈപ്പിലുള്ള ഇവാലുവേഷൻ അവിടെ ഉണ്ടാവും സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട്. സോ ഇൻ ടോട്ടൽ പറയുവാണെങ്കിൽ ഈ IELTS എന്ന് പറയുന്ന ഈ ഒരു എക്സാം നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ വിത്ത് പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ ഇമിഗ്രേഷനായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി പർപ്പസിനായിട്ടോ എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അതുപോലെ IELTS ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇനി IELTS പ്രിപ്പയർ ചെയ്യാനായിട്ട് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ വിസ ഫോർ സ്റ്റഡി IELTS പ്രിപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മാസം 22 നമ്മൾ IELTS നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ എൻറോൾ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് വിസ ഫോർ സ്റ്റഡി ഫ്രീ IELTS ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.